ഒരിക്കൽ നബി തങ്ങളുടെ അരികിൽ ഇരുന്നു കൊണ്ട് ഒരു സ്വഹാബി ദുആ ചെയ്യാണ്, ഒരു ദിക്ർ ചൊല്ലുകയാണ്. നബി തങ്ങൾ പറയാണ്, ആ മനുഷ്യൻ ആ ചൊല്ലിയ ദിക്ർ ചൊല്ലിയിട്ട് എന്ത് റബ്ബിനോട് ചോദിച്ചാലും അയാൾക്കത് കൊടുക്കും. കാരണം ആ ചൊല്ലിയ ദുആയിൽ, ആ ചൊല്ലിയ ദിക്റിൽ ഇസ്മുൽ അഅ്ലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്തയാൾ ചോദിച്ചാലും അയാൾക്ക് അതിന് ഉത്തരം കിട്ടുമെന്ന് മുത്ത് നബി തങ്ങൾ പറയാം. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി അത് കേട്ടിരിക്കുകയാണ്. ഏതാണ് ആ ദിക്ർ എന്ന് നമ്മളും ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മളുടെ കാര്യം ദുആ ചെയ്താൽ ഇസ്മുൽ അഅ്ലമാകുന്ന വലിയ പവറുള്ള ഇസ്മ ആ ദുആയിലുള്ളത് കൊണ്ട് നമ്മുടെ ദുആ ഉറപ്പായും സ്വീകരിക്കും. അത് മുത്ത് നബി തങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കിന്നൊന്ന് പഠിക്കാം. അസ്മാഉൽ ഹുസ്ന മുഴുവൻ പവർഫുൾ ഇസ്മുകളാണ്. അസ്മാഉൽ ഹുസ്നയുടെ ഒരൊറ്റ ഇസ്മു പോലും പാഴാക്കി കളയാനില്ല. എന്നാൽ ഈ അസ്മാഉൽ ഹുസ്നയിലെ ഒരു പ്രധാന ഏറ്റവും ഫضലുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് ഇസ്മുൽ അഅ്ലം. ആ ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് ഒരാൾ പറക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അയാൾക്ക് പറക്കാൻ സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇസ്മുൽ അഅ്ലം ചൊല്ലി ഒരാൾ പറന്നുപോയ സംഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തു യാസീനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു 4 ആയത്തുകളുണ്ട്. മധ്യത്തിലുള്ള ഒരു 4 ആയത്തുകൾ. ഈ 4 ആയത്തുകൾ ഓതിയിട്ട് എന്ത് കാര്യമാണോ റബ്ബിനോട് നിങ്ങൾ ദുആ ഇറക്കുന്നത് ആ ദുആ ഉറപ്പായും സ്വീകരിക്കുമെന്ന്, ആ ദുആ ഇജാബത്തുള്ള ദുആ ആയിരിക്കുമെന്ന് മഹത്തുക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നതായി കാണാം. സൂറത്ത് യാസീൻ മുഴുവനും ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ ഫളിലുള്ള 4 ആയത്തുകൾ പ്രത്യേകമായി ഓതിയാൽ അവർക്ക് ഇരട്ടി പ്രതിഫലവും അതോടൊപ്പം തന്നെ അവരുടെ ദുആ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. വീഡിയോ മുഴുവനായി കേൾക്കുക. ഇന്നത്തെ പോരിശകൾ മുഴുവൻ കരസ്ഥമാക്കി ഈ മഹത്തായ ഒരു അമൽ നമുക്ക് പഠിച്ചു വെക്കാം, ജീവിതത്തിൽ പതിവാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സർവ്വധരണീയരായ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹുവേ നീ അവർക്കെല്ലാം കരുണ ചെയ്യണേ അള്ളാഹ്. അവരുടെ ദുആകളെ, അവരുടെ വസിയ്യത്തുകളെ നീ കബൂലാക്കണേ അള്ളാഹ്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹ്. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ സ്നേഹജനങ്ങൾ, അള്ളാഹു അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യുകയും ജീവിതത്തിൽ വലിയ ഖൈർ നൽകുകയും ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു ആയുരാരോഗ്യ സൗഖ്യം എല്ലാ കാലത്തും നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി കൽബറിഞ്ഞു ദ്വാരക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. മഹത്തായ ഒരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം. ഈ ദിക്ർ എൻ്റെ വകയായി പറയല്ല, എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പറയുകയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഗ്യാരണ്ടി പറഞ്ഞ ഒരു ദിക്റാണ്. ദുആക്ക് ഉറപ്പായും ദുആ സ്വീകരിക്കുമെന്ന് മുത്തുനബി തങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞ ഒരു ദിക്ർ മഹാന്മാരായ സ്വഹാബത്ത് വിവരിക്കുന്നുണ്ട്. നബി തങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബിയുടെ അരികിലിരിക്കുമ്പോൾ ആ സ്വഹാബി ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ഒരു ദിക്ർ ചൊല്ലിയിട്ട് ദുആ ഇറക്കുക, ഒരു മഹത്തായ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ദുആ ഇറക്കുക. ആ ദുആ നബി തങ്ങൾ കേട്ടതോ പാടെ, അത് കേട്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശ്രദ്ധിക്കുകയും മറ്റുള്ള സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ ആ ദുആഇന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അന്നഹു ദഅ ബിസ്മിൽ അഅ്ലം. ആ മനുഷ്യനുണ്ടല്ലോ, സ്വഹാബത്തിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയാ, ആ ഇരിക്കുന്ന മനുഷ്യൻ അയാൾ ഇസ്മുൽ അഅ്ലം കൊണ്ടാണ് ദുആ ഇറക്കുന്നത്, ഇസ്മുൽ അഅ്ലം പറഞ്ഞിട്ടാണ് ദുആ ഇറക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ. എങ്ങനത്തെ ഇസ്മുൽ അഅ്ലം ആണെന്നറിയോ? ആ ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് അയാൾ ദുആ ഇറന്നാൽ, ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് ഇനി ആര് ദുആ ഇറന്നാലും അജാബ, അതിന് ഇജാബത്ത് ഉറപ്പാണ് എന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുത്തുനബി തങ്ങൾ പറയുക. ആ ഇസ്മുൽ അഅ്ലം പറഞ്ഞിട്ട് ദുആ ഇറന്നാൽ ആ ദുആ ഉറപ്പായും ഇജാബത്ത് ഉണ്ടാവും. അത് മാത്രമല്ല വഇദാ സുഇല ബിഹി അഅത, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് എന്ത് കാര്യം ചോദിച്ചാലും അയാൾക്കത് നൽകുന്നതാണ് എന്ന് മുത്തുനബി തങ്ങൾ പറയാം. അപ്പൊ അത്തരത്തിൽ പവർഫുള്ളായ ഇസ്മുൽ അഅ്ലം പറഞ്ഞിട്ട് അതൊക്കെ അയാൾ ദുആ ഇറക്കുന്നത്. അതുകൊണ്ട് ആ ഇസ്മുൽ അഅ്ലം അടങ്ങിയ ദിക്ർ നിങ്ങളും ചെയ്തോ, ദുആ ചെയ്തോ, ആ ദിക്ർ പഠിച്ചു വെച്ചോ എന്നാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു നമുക്കും പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, ഇല്ലേ? ഇസ്മുൽ അഅ്ലം വലിയ പവറുള്ള ഇസ്മാണ്. ഇസ്മുൽ അഅ്ലം ചൊല്ലിയിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇസ്മുൽ അഅ്ലം പവർഫുള്ളായ ഇസ്മുൽ അഅ്ലം റിയാദ് വീട്ടിയ ഒരു മനുഷ്യൻ അയാൾക്ക് പറക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറക്കാൻ കഴിയും. വെള്ളത്തിനൂടെ മുകളിലൂടെ നടക്കണമെന്ന് അയാൾ ഉദ്ദേശിക്കുകയാണ്, എന്നാൽ അയാൾക്ക് അതിന് കഴിയും. നിമിഷ നേരം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് സാധിക്കും. അങ്ങനെ എത്രയോ അമാനുഷിക കഴിവുകൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന സംഗതികൾ, ഇനി 7 ആകാശത്തേക്ക് അയാൾക്ക് ഉയർന്നു പോകണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു അതും സാധിപ്പിച്ചു കൊടുക്കും. അത്ര പവർഫുള്ളായ ഇസ്മാണ്. എന്നാൽ
ഏതാണ് ഇസ്മുൽ അഅ്ലം എന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടില്ല, നബി തങ്ങളും പരിചയപ്പെടുത്തിയിട്ടില്ല. ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ, ആ ദുആ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കുറേ ഇസ്മുകളുണ്ട്. അതിൽ ഏതോ ഒരെണ്ണം ഇസ്മുൽ അഅ്ലമാണ്. അത് മുത്തുനബി തങ്ങൾ അതുകൊണ്ടാണ് അത്ര പവർഫുള്ളായിട്ട് അത്ര ഗ്യാരണ്ടിയോടുകൂടി പറഞ്ഞത്. മഹാനായ ആ ഒരു സ്വഹാബി ചെയ്ത ദുആ കേട്ടപ്പോൾ നബി തങ്ങൾ പറയാം, ആ ദുആ നിങ്ങളും പതിവാക്കിക്കോ, നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നതാണ് എന്ന്. ആ ദുആ ഒന്ന് കേട്ടാലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക بأن لك الحمد لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. ഒന്നുകൂടെ ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാൻ യാ ബദീഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. കുറേ നാമങ്ങൾ അതിലുണ്ട് ഇല്ലേ? ആദ്യം തന്നെ പറയാൻ അല്ലാഹുമ്മ, അല്ലാഹു എന്ന പദമുണ്ട്. ഇനി അസ്അലുക, അല്ലാഹു നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ബി അന്ന ലക്കൽ ഹംദ, തീർച്ചയായും നിനക്കാണ് സർവ്വ ഹംദുകളും, നിനക്കാണ് സർവ്വസ്തുതിയും. അല്ലാഹുവിനെ ഒന്ന് വാഴ്ത്തി പറയുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനയ്ക്കർഹൻ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു ഇലാഹുമില്ല. യാ ഹന്നാനു യാ മന്നാൻ, ഹന്നാനായ അല്ലാഹ്, മന്നാനായ അല്ലാഹ്, സർവ്വതും നൽകുന്നവനായ, സർവ്വ അധികാരങ്ങളും സർവ്വ അനുഗ്രഹങ്ങളെയും ചൊരിഞ്ഞു തരുന്നവനായ അല്ലാഹ്. അല്ലാഹുവിനെ വിളിക്കുകയാണ് യാ ഹന്നാൻ യാ മന്നാൻ യാ ബദീഅസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെയൊക്കെ മുൻമാതൃകയില്ലാതെ പടച്ചവനായ അല്ലാഹ്. അല്ലാഹ് ഇതൊക്കെ പടച്ചത് നീയാണ്, ഇത് ഡിസൈൻ ചെയ്തവൻ നീയാണ്, നിനക്ക് മുമ്പ് ഇതുപോലെ ആരും പടച്ചിട്ടില്ല, ആരും ഇല്ല പടയ്ക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ അത്ര മഹത്വമുള്ള പടപ്പിനുടമയായ അല്ലാഹ്, അള്ളാഹിനെ വിളിക്കുകയാണ് യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വമുടയവനായ അല്ലാഹ്, വളർമയുടയവനായ അല്ലാഹ്, ബഹുമാനമുടയവനായ അല്ലാഹ്. അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാത്തിനും കഴിവുള്ളവനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ യജമാനനായ റബ്ബേ. അള്ളാഹുവിനെ ആ വിളിച്ചിട്ടുള്ള ആ ദിക്റുണ്ടല്ലോ, ഈ അള്ളാഹുവിന്റെ നാമങ്ങൾ, ഇതിനകത്ത് അള്ളാഹ് എന്ന പദമുണ്ട്, ഹന്നാൻ, അൽ മന്നാൻ, അതുപോലെ ബദീഉസ് സമ, ബദീഇ എന്ന പദം, യാ ബദീഇ, അതുപോലെ തന്നെ യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യ് യാ ഖയ്യൂം തുടങ്ങി ഒട്ടനവധി ഇസ്മുകളുണ്ട്. ഈ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏതുമാകാം ഇസ്മുൽ അഅ്ലം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞുതരാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഹുദുഹുദ് പക്ഷി, നമ്മൾ മരം കൊത്തി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ പക്ഷി, ഹുദുഹുദ് പക്ഷി ഒരു നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാര്യം പറയുന്നുണ്ട്. ഞാനൊരു നാട്ടിൽ നിന്ന് കടന്നു വരികയാണ്, ആ നാട്ടിൽ തീയിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്, സൂര്യനെ ആരാധിക്കുന്നവർ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് കത്തയച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണം. ആ മരംകൊത്തി വന്ന് പറഞ്ഞ അത്ഭുത സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്, ആ രാജ്ഞിക്ക് വലിയൊരു ഒരു സിംഹാസനമുണ്ട്, വലിയൊരു സിംഹാസനം, മഹത്തായ ഒരു സിംഹാസനം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കത്ത് കിട്ടി ആ രാജ്ഞിയും പരിവാരങ്ങളും കൊട്ടാരത്തിലേക്ക് വരാൻ തിരിക്കുമ്പോൾ സുലൈമാൻ നബി സ്വലാത്തു അവിടുത്തെ രാജ സദസ്സിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക? ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. മഹാനായ ഇഫ്രീത്ത് എന്നൊരു ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്നവർ പറഞ്ഞു, അവരതിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്താ കൊണ്ടുവരാൻ. അവർ ആ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, അതായത് അതിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റാൽ ഉയർന്നാൽ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് ആര് പറഞ്ഞു? ഇഫ്രീത്ത് എന്ന ജിന്നു പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞ കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞാൽ, നിങ്ങളുടെ അനുവാദം കിട്ടിയാൽ നിങ്ങൾ ആ സ്ഥലത്തേക്ക് നോക്കി കണ്ണ് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തുമെന്ന് സാധനം. നിങ്ങൾ അവിടേക്ക് ആ ദിശയിലേക്ക് നോക്കി കണ്ണ് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് അത്ര സ്പീഡിൽ എന്ത് ചെയ്യാം, ഞാൻ ആ സ്പോട്ടിലെത്തുക. ആ ഇൽമുള്ള ആ മനുഷ്യൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മുൽ അഅ്ലമിന്റെ പവർ കൊടുത്ത മനുഷ്യനാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇസ്മുൽ അഅ്ലം കൊണ്ട് വിജയിച്ച ആളുകളെ കാണാൻ കഴിയും. ഇസ്മുൽ അഅ്ലം കൊണ്ട് വിജയിച്ച ആളുകളെ കാണാൻ കഴിയും. ഇസ്മുൽ അഅ്ലം കൊണ്ട് പരാജയപ്പെട്ട ചില ആളുകളെയും ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും ഇസ്മുൽ അഅ്ലം ഏതുമാകാം. അങ്ങനത്തെ ഇസ്മുൽ അഅ്ലം അടങ്ങിയ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എന്തോ അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഈ ദിക്റിലിട്ട് നിങ്ങൾ ചോദിച്ചാൽ അതിനുത്തരം ഉറപ്പാണ് എന്ന്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മുടെ ദുആകളുടെ കൂട്ടത്തിൽ ഈ ഒരു ദിക്റും കൂടെ പതിവാക്കാം.
നിസ്കാര ശേഷം ഒരൊറ്റ തവണയെങ്കിലും, അല്ലെങ്കിൽ ഇനി പറ്റുമെങ്കിൽ ഒരു 3 തവണ, ഇനി ഒരു 11 തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ തുആരുന്നാൽ, നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് എൻ്റെ നാവ് കൊണ്ട് ഞാൻ കളവ് പറയുന്ന ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട. ഇത് നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാണ്, മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. നബിതങ്ങൾ നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല, അവിടുന്ന് പറയുകയുമില്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ അത്ര ഉറപ്പായിട്ടും ഗ്യാരൻറ്റിയോടുകൂടിയും നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി നമുക്കറിയുന്ന ഒരു 4 ആയത്തുകൾ കേൾക്കാം. സൂറത്ത് യാസീൻ നമുക്കറിയുന്നൊരു സൂറത്താണ്. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, മുത്തുനബി തങ്ങൾ പറയാം, സൂറത്ത് യാസീൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഓതിയാൽ ആ കാര്യം നടക്കുമെന്ന നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. സൂറത്ത് യാസീൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും 10,000 പ്രതിഫലം എഴുതപ്പെടുമെന്ന, ഓരോ അക്ഷരങ്ങൾക്കും, ആയത്തുകൾക്കല്ല, ഓരോ അക്ഷരങ്ങൾക്കും. സൂറത്ത് യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതിയാൽ അവരുടെ ഖബറിലെ ശിക്ഷ നീങ്ങി കിട്ടുമെന്ന, സൂറത്ത് യാസീൻ ഓതുന്ന ആളുകളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുമെന്ന, സൂറത്ത് യാസീൻ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് പാരായണം ചെയ്താൽ, എന്തെങ്കിലും ഒരു വിപത്ത് നീങ്ങണമെന്ന് ഉദ്ദേശിച്ച് ഓതിക്കഴിഞ്ഞാൽ ആ വിപത്തിനെ അള്ളാഹു തട്ടിമാറ്റുമെന്ന. ഇങ്ങനെ തുടങ്ങിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതിക്കൊടുത്താൽ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഓതിയാൽ, രോഗികൾക്ക് വേണ്ടി ഓതിയാൽ, ഇനി ധനനഷ്ടം വന്നവർക്ക് വേണ്ടി ഓതിയാൽ, സമ്പത്ത് അധികരിക്കണമെന്ന് ഉദ്ദേശിച്ചവർക്ക് വേണ്ടി ഓതിയാൽ, എന്ത് കാര്യത്തിനാണ് ഓതുന്നത് ആ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. എന്നാൽ ഈ സൂറത്ത് യാസീനിലെ മധ്യഭാഗത്തുള്ള ഒരു 4 ആയത്തുകളുണ്ട്. ഏതെന്ന് വെച്ചാൽ 55 മുതൽ 58 വരെയുള്ള ആയത്തുകൾ, 55-ാമത്തെ ആയത്ത് മുതൽ 58-ാമത്തെ ആയത്ത് വരെയുള്ള 4 ആയത്തുകൾ. ഈ 4 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ ഒരു തവണയെങ്കിലും ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് എന്ത് കാര്യമാണ് ചോദിക്കുന്നത് ആ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആയത്തെന്ന് കേട്ട് നോക്കാം. ആദ്യം ഒന്ന് ഓതാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. صدق الله. ഈ 4 ആയത്തുകൾ ആരെങ്കിലും ഓതിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അള്ളാഹു അതങ്ങ് നടത്തി കൊടുക്കുന്നു. ഈ 4 ആയത്തുകളിൽ പറയുന്നത് എന്താ? നാളെ സ്വർഗ്ഗലോകത്ത് സ്വർഗവാസികളായ ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചില നിഅമത്തുകളാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗാവകാശികളായ ആളുകൾ, സ്വർഗവാസികൾ, അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പല ഡ്യൂട്ടികളിലായിരിക്കും. അവർക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്യുക, ചില ആളുകൾ പാട്ട് പാടുന്നവരുണ്ടാവും, ചില ആളുകൾ ഡാൻസ് കളിക്കുന്നവരുണ്ടാവും, ചില ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും, ചില ആളുകൾ കൃഷി ചെയ്യുന്നവരുണ്ടാവും, തുടങ്ങിയിട്ട് ഒട്ടനവധി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, എന്താണോ അവർക്ക് തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യുക. ഇത്തരത്തിൽ പല ജോലികളിലായിരിക്കും. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അവരും അവരുടെ ഇണകളും ഇങ്ങനെ ചാരുകസേരകളിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ തണലുകളിലായിട്ട് അവരെന്ത് ചെയ്യും, ആ ഒരു സ്വർഗത്തിൽ അവരിങ്ങനെ അധിവസിക്കും. ലഹും ഫീഹാ ഫാക്കിഹത്തുൻ. അവർക്ക് ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഉണ്ടാവും. ആ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ, പഴക്കനികൾ മുഴുവൻ അവർക്കായിരിക്കും. വലഹും മാ യദ്ദഊൻ. അവരുദ്ദേശിച്ചത് മുഴുവൻ അവർക്ക് ലഭിക്കും. അവരുടെ കൽബിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ അങ്ങോട്ട് കൊടുക്കും. ആകാശത്തിലൂടെ പറവ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അതിനെ എനിക്ക് വേണമെന്ന് ഉദ്ദേശിച്ചാൽ അവരുടെ മുമ്പിലേക്ക് അത് വരും. അവരുദ്ദേശിക്കുന്നവരുടെ മുമ്പിലേക്ക് എത്തും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള, റബ്ബുർ റഹീമായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം ഇങ്ങനെ അവർക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും. അവർക്കിങ്ങനെ സലാമ് കേട്ടുകൊണ്ടേയിരിക്കും. ഈ ആശയം വരുന്ന ഈ 4 ആയത്തുകൾ, ഇതിന് മുഴുവൻ അർത്ഥം അതുപോലെ അറിയണം എന്നല്ല ഞാൻ പറയുന്നു, മറിച്ച് ഇങ്ങനെയൊക്കെയാണ് സ്വർഗത്തിൻ്റെ അവസ്ഥകളാണ് ഈ പറയുന്നത് എന്നൊരു ചെറിയൊരു ആശയം കൽബിൽ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യം പൂർത്തീകരിച്ച് നൽകുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു കൊണ്ടുനടക്കാനുള്ള അവസരം നൽകട്ടെ. യാസീൻ മുഴുവനായിട്ട് ഓതിയിട്ട് ദുആരക്കാണെങ്കിൽ അത്രയും ഫലം. ഇനി അതിന് സമയം കിട്ടിയില്ല എങ്കിൽ ഈ ഒരു 4 ആയത്തുകൾ ഓതിയിട്ട്, ദുആയ്ക്ക് മുമ്പ് 4 ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്യാം, റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ, പ്രയാസങ്ങൾ തീർത്തു തരുമാറാകട്ടെ, സങ്കടങ്ങൾ മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.